ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ VV രാജേഷ് ഇത് എന്ത് ഭാവിച്ചാണെന്ന് അറിയില്ല. എല്ലാ കള്ളത്തരങ്ങളും കുത്തിപ്പൊക്കുകയാണ്. അതായത് CPM-മാർ മുഴുവൻ തലയും മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിത്തരനാളിനെ ആര്യ മേഡം വന്നപ്പോൾ മേഡത്തിന് കണ്ണി പിടിച്ചില്ല, അവിടെ നിന്നെടുത്ത് എറിഞ്ഞു. തിരിച്ച് അത് എറിഞ്ഞെടുത്ത് നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഈ CPM അനുഭാവികൾക്ക് പണ്ട് പിൻവാതിൽ നിയമനം ആര്യ നടത്തിയിട്ട് ഒരു കത്ത് എഴുതിയിട്ട് CPM-മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നിയമിക്കുക. ആ കത്തൊക്കെ പിന്നെ വലിയ വിവാദമായിരുന്നു. ഇതെല്ലാം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ മേയർ ഊട്ടി ഇപ്പോൾ ഒളിവിലാണ്. ഇപ്പോൾ CPM വരെ തള്ളി പറഞ്ഞു ഇനി പരിസരത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഓട്ടിച്ചുവിട്ടിട്ടുണ്ട്. ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വരാൻ വല്ല സാധ്യതയുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുമ്പോൾ ഒരാളുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. തിരുവനന്തപുരം പിടിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ച BJP-ക്കാർക്ക് ജനങ്ങൾക്കും നന്ദി എന്നുള്ള രീതിയിൽ. അപ്പം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അത് 10 കൊല്ലം മുമ്പ് അമിത്ഷാ വന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തത്. കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങിയാൽ MLA-മാരുണ്ടാവും, MP-മാരുണ്ടാവും, BJP കേരളം മൊത്തം ഉണ്ടാകും. അപ്പോൾ അത് ഒരു പക്ഷേ RC വന്നതിന് ശേഷം നടപ്പായി. ഇനി നമ്മൾ BJP സ്തുതി പറയേണ്ട ആരോടാണെന്നറിയാം? ആര്യരാജനോട്. കാരണം ഇങ്ങനത്തെ ഒരു കാരണം അവരുടെ ഈ പഴയ നേതാക്കന്മാരുടെ കൂടെ ഇങ്ങേറ്റത്ത് ഇവരുടെയും കൂടെ വെക്കുന്നതല്ല. കാരണം അവരാണ് ഇതിന് സാധ്യത ഉണ്ടാക്കി കൊടുത്തത്. കാരണം 40-40 കൊല്ലം അതായത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നിസ്സാരക്കാരുടെ കയ്യിലിരിക്കുന്ന CPM-മാരുടെ കയ്യിലാണ്. CPM നിസ്സാരമായിട്ട് ഉള്ളിടമല്ല, നല്ല രീതിയിൽ ഉള്ളിടമാണ് തിരുവനന്തപുരം. BJP-യും അതേപോലെ തന്നെ. പക്ഷേ അവരോട് മത്സരിക്കുമ്പോൾ ജയിക്കുന്നതിന് വേണ്ട മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇതുവരെ BJP കഴിഞ്ഞിട്ടില്ല. അത് BJP-ക്കാരന് അതിന് പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ BJP-ക്കകത്ത് നേതാക്കന്മാരുടെ കഴിവ് കുറവ് കൊണ്ടോ ഒക്കെ ആകാം. പക്ഷേ ഇപ്രാവശ്യം ആര്യാരാജന് വഴിയൊരുക്കിയ വഴി കൃത്യമായിട്ട് RC പ്രയോജനപ്പെടുത്തി ആ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് എന്തൊരു അഴിമതി. ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അഴിമതിയാണ്. പക്ഷേ ആർക്കും അറിയത്തില്ലായിരുന്നു. നടത്താൻ അറിയാവുന്ന നടത്തിയാൽ അറിയത്തില്ലല്ലോ. ഒതുക്കത്തി നടത്തി. ഈ കൊച്ചിന് അറിയത്തില്ല. കൊച്ചിന് പാത്രക്കാർ വരുമ്പോഴൊക്കെ വാവിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചുണ്ട് ഇതിനെ എങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കാശ് പഠിക്കുക, ഇതിനെ കൈകാര്യം ചെയ്ത് കളയുകയും ചെയ്യാമല്ലോ. ഇതോടുകൂടി മേയറോടുകൂടി ഇത് തീർന്നുവല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അത് ഉപയോഗപ്പെടുത്തി ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു. അതൊരു കേരളത്തിൽ മൊത്തം ചർച്ചയായി. ഏതാണ്ട് പ്രധാനപ്പെട്ട BJP-യുടെ RSS-ൻ്റെ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ചർച്ചയായി. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഗംഭീരമായിട്ടാണ്. അത്രയ്ക്ക് അതനുസരിച്ച് അവർക്ക് വിജയം കിട്ടി. അല്ലെങ്കിൽ ആ വിജയത്തിനകത്തൂടെ ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വികസനം ലോക നിലവാരത്തിലുള്ള വികസനമായിരിക്കും. ഇവിടെ BJP എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ ആൾക്കാരാണ്. ഇന്ത്യയിൽ മൊത്തം വികസനം, ലോകം അംഗീകരിക്കുന്ന വികസനം മോദി കൊണ്ടുപോകുന്നു. BJP ഭരിക്കുന്നിടത്തെല്ലാം അത്തരത്തിൽ വികസനം വരുന്നുണ്ട്. ഇവിടെ വികസനം വരാത്തത് തിരുവനന്തപുരം ഇങ്ങനെ കിടക്കുന്നത് വളരെ സാധ്യത കൂടുതൽ ഉള്ള ഒരു സ്ഥലമായിട്ട് പോലും ഇത്തരത്തിലെങ്കിലും തിരുവനന്തപുരം കിടക്കുന്നത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ്. ഇനിയും BJP-യുടെ കയ്യിലായാൽ ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെങ്കിലും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നഗരങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം എത്തിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ അവതരിപ്പിക്കുന്നത് പോലും പ്രധാനമന്ത്രിയായിരിക്കും. 23-ാം തീയതി പ്രധാനമന്ത്രി വരികയാണ്. അപ്പം കൂടാതെ ഈ കോർപ്പറേഷൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ആ കോർപ്പറേഷനകത്ത് വികസനം ഉണ്ടാകണം. ഈ കോർപ്പറേഷനകത്ത് നടന്ന അഴിമതി വെളിയിൽ കൊണ്ടുവരണം. അഴിമതി വെളിയിൽ കൊണ്ടുവന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ അഴിമതി വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഓരോ ദിവസവും ജനങ്ങൾക്കിടയിലേക്ക് അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് BJP ശ്രമിക്കുന്നു. അപ്പോൾ നേരത്തെ ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഇത്ര വലിയ വലുപ്പത്തിലാണോ എന്നുള്ള രീതി വരുമല്ലോ. ഇപ്പം തന്നെ പ്രാഥമിക ഘട്ടം പരിശോധിച്ചപ്പോൾ തന്നെ 40 കൊല്ലമായിട്ട് അതുപോലെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ കോർപ്പറേഷന് കിട്ടേണ്ട വരുമാനം CPM-ന് സ്വാധീനമുള്ളതും CPM വളരെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കോടികളുടെ നഷ്ടം വരുത്തി എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പം ഇപ്പം ചിത്തിരുന്നാളുടെ ഫോട്ടോ എടുത്തു. ഇവരുടെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ രാജാവായാലും ജനാധിപത്യ സംവിധാനം ആരായാലും ചെയ്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ രാജഭരണമായിരുന്നല്ലോ ഇന്ത്യയിൽ. പക്ഷേ പല രാജാക്കന്മാരെയും പരിശോധിക്കുമ്പം ചില രാജാക്കന്മാർ ഈ കേരളത്തിനും ഇന്ത്യക്കും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ രാജഭരണമാണെങ്കിലും പ്രജകൾക്കും രാജ്യത്തിനും പ്രയോജനപ്പെടുന്ന രീതി ഭരണം കൊടുക്കുന്നത്. അതിന് ഉദാഹരണം ചിത്തിരുന്നാളൊക്കെ എന്ന് പറഞ്ഞത്. കാരണം അവർ കൊണ്ടുവന്ന വികസനം, അവരുടെ തലയിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എത്രയോ കൊല്ലം കഴിഞ്ഞാണ് ഇവിടുത്തെ വികസന മേഖലയും അല്ലെങ്കിൽ മറ്റു പല എഞ്ചിനീയർമാരും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരും ഒരു ആലോചിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ചിത്തിരുന്നാൾ മഹാരാജ അത്തരത്തിൽ ആ രീതിയിൽ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്തതാണ്, നമുക്കറിയാമല്ലോ അവിടുത്തെ. അപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇടുന്നത് എന്താ കുഴപ്പം? പ്രദേശത്ത് ചെയ്തതും അല്ലെങ്കിൽ ജീവിതം മൊത്തവും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചതും സാധാരണക്കാരൻ്റെ വിദ്യാഭ്യാസം ഈ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അവിടെ ഈ 1937 ചിത്തിരുന്നാൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ.
അത് അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അത് 1906 ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ ശ്രീമൂലം തിരുനാൾ പബ്ലിക് സ്കൂൾ 1931. അന്ന് തൊട്ട് 58% വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി ആ കാലഘട്ടത്തിൽ. അന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് ട്രാവൻകൂർ മോഡൽ വിദ്യാഭ്യാസം ഇന്ത്യയിലുടനീളം നടപ്പാക്കണം എന്നുള്ള രീതിയിൽ. അതായത് ഇദ്ദേഹത്തെ മോഡലാക്കി അല്ലേ കാണിച്ചത്. അതുപോലെ KSRTC ഡാം സംവിധാനം, അതൊക്കെ 1860 ആ രീതിയിൽ. 1938 ഈ KSRTCയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പബ്ലിക് അത് കൊണ്ടുവന്നവരാണെന്ന് പറയുന്നത്. 1834 തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. ആലോചിച്ച് നോക്കി ആ ഒരു കൺസെപ്റ്റ്. നമ്മുടെ ഈ സാധാരണക്കാരന് പ്രാപ്തമാകുന്ന രീതിയിൽ ആശുപത്രി സങ്കല്പം കൊണ്ടുവന്നവരാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്കറിയാമോ, നമ്മളെപ്പോഴും പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുഴപ്പം, അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, ഇത് കുഴപ്പം. ഇപ്പം ഈ ഭരണത്തിലല്ല, ഏത് ഭരണത്തിലല്ല. പക്ഷെ ഒരു ദിവസം നമ്മൾ അവരെയും കുറ്റം പറയുന്നത് ഈ ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള ഡോക്ടർമാരുടെ എണ്ണമൊക്കെ വളരെ കുറവ്. 20 ഡോക്ടർമാർ വേണ്ടിടത്ത് 5 ഡോക്ടർമാരായിരിക്കും. 200 നേഴ്സുമാർ വേണ്ടിടത്ത് 10-60 നേഴ്സുമാരായിരിക്കും. ഇവരിത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ചെല്ലുന്നത്. അറിയാമോ, അടൂരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ 1500-2000 വരെ OP ഉണ്ട്. ആൾക്കാർ ഇത് ഒന്ന് ആലോചിച്ച് 2000 പേരെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വെളുക്കുവോളോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്. അപ്പം സാധാരണക്കാരന് ഈ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ ഈ പോകുമ്പം അവൻ്റെ സാമ്പത്തികം, അല്ലെങ്കിൽ അവൻ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും, ആ കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റൽ, മനസ്സിലായതില്ല. തപാൽ സംവിധാനം, ടെലികോം, ഈ രീതിയിലുള്ള വികസനം കൊണ്ടുവന്ന ഒരാളുടെ ഫോട്ടോ എടുത്ത് മാറ്റി അതിനകത്തൊരു ഏതാണ്ട് ഉണ്ടാക്കുന്ന ഒരു, അല്ലെങ്കിൽ ആരുടെയും ഞങ്ങൾ രാജ്യഭരണം അംഗീകരിക്കുന്നില്ല. അതിപ്പോൾ പുള്ളി കൊണ്ട് തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. ആരാ? അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചുകൊണ്ട് വെച്ചു? അപ്പോൾ ഇത് ചർച്ചയായി. അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചു. ഇതിന് ഒരു പണിയില്ലായിരുന്നു. അല്ലെങ്കിൽ മാത്രവുമല്ല, തിരുവനന്തപുരത്ത് നമ്മൾ പറയില്ല ശശി തരൂർ ജയിക്കുന്ന കാര്യം പറയത്തില്ലേ, ശശി തരൂർ ജയിക്കുന്നതിൻ്റെ കാര്യം എന്തോ ഇതുപോലെ പ്രബുദ്ധമാക്കിയിട്ട് വളരെ പുറകെ കാലം തൊട്ടേ അവിടെ ചെയ്തിരുന്നു. രാജാക്കന്മാരുടെ കാലം തൊട്ട് പ്രബുദ്ധരുണ്ട്. അവർ കൊള്ളാവുന്നവരെ തിരിച്ചറിഞ്ഞവർ വോട്ട് ചെയ്യും. പക്ഷെ അവർക്ക് അബദ്ധം പറ്റി ആര്യരാജൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ജനം ഞെട്ടിപ്പോയതെപ്പോഴെന്നറിയാം. ഞങ്ങളെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. തിരുവനന്തപുരത്ത് എല്ലാ ദേശത്തു നിന്ന് ആളുകൾ വരും. പക്ഷെ തിരുവനന്തപുരംകാർക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ഉത്സവമാണ്. ഈ പൊങ്കാല ഒരു വർഷം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ എന്തോ സംഭവിച്ചതുപോലെയാണ് ഞങ്ങൾക്ക്. അത്ര ഞങ്ങൾ ആ ഡേറ്റ് ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഡേറ്റാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്, അടുത്ത വർഷം എന്നായിരിക്കും എന്നുള്ളത്. അത് നടന്നില്ല കൊറോണ എന്നും പറഞ്ഞ്. അത് നടന്നെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തി. എന്നിട്ട് അത് പുറത്തു വന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എത്ര കോടി പറ്റിച്ചതൊക്കെ ചുടുകട്ടയുടെ പേരിൽ, മാലിന്യം വാരി എന്ന് പറഞ്ഞ പേരിൽ, അത് വൃത്തിയാക്കാനായിട്ട് സ്ത്രീകളെ നിർത്തിയെന്ന് പറഞ്ഞ പേരിൽ ചുമ്മാ ഫണ്ട് എഴുതി വാങ്ങുന്ന. അപ്പോഴാളുകൾ ചോദിക്കുന്നത് കൊറോണ സമയത്ത് ആറ്റുകാൽ പൊങ്കാല ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ ഫണ്ട് ഇത്രയുമായി? അപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാവുന്നത്. അല്ല, ഇതിന് വേറെ കാര്യം. ഈ കൊച്ചിനെ നിങ്ങൾ കണ്ടുണ്ടോ, ഈ നമ്മുടെ പിള്ളേരും വിദേശ പിള്ളേരും കൂടെ എയറോഡ്രോമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവിട്ടാൽ വിദേശ പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഓടിച്ചാടി അങ്ങ് കൂടും. നമ്മുടെ പിള്ളേർ ജനിക്കുമ്പോൾ തൊട്ട് എന്ത് പറയുമെന്നറിയോ, അവിടെ ചവിട്ട്, ഇവിടെ ചവിട്ട്, പെരട്ടി നിർത്തി. അപ്പോൾ ഇവനെ ഇങ്ങോട്ടും പമ്പേടി എന്ന് പറഞ്ഞാൽ ഈ ആര്യരാജന് ഒന്നും അറിയത്തില്ലായിരുന്നു. അതിന് ലക്കിന് ഈ പറഞ്ഞതുപോലെ ഒരു മേർസ്ഥാനം കിട്ടി. അപ്പോൾ അത് നോക്കിയപ്പോൾ അതിനൊന്നും കാര്യമില്ല, മോണ്ടിങ്ങനെ ഇങ്ങനെ പഠിച്ചു. അപ്പോൾ അത് ഇതിൻ്റെ വ്യാപ്തി ഇതുകൊണ്ട് നാളെ ഉണ്ടാകുന്ന പ്രശ്നമൊന്നും അതിനറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ കൊച്ചുകൂടെ അതിന് ഭയമില്ല. അത് കുട്ടിയല്ലേ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഫലം കിട്ടിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, BV രാജേഷ് ഇറങ്ങി ആര്യരാജന് ഒളിവില്ല. തിരുവനന്തപുരം DC അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഭർത്താവ് വീട്ടിലാണെന്ന് പറയുന്നു. അതായത് കോഴിക്കോടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കാര്യം നല്ലൊരു MLA ആയിരുന്നു. അവനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ബാലുശ്ശേരിക്കാർക്ക് നല്ല ജനസമ്മതിയുള്ള ആളാണ്. ഇവൻ്റെ കൂടെ വന്ന് അവൻ്റെ ഉള്ള പണ്ടാരം അടങ്ങി റോഡിൽ കയറി വണ്ടിയും തടഞ്ഞ് നാശമാക്കി കള്ളുകൂടിയനുമായെന്നുള്ള കഞ്ചാവ് അടിക്കുന്നവനാണെന്നുള്ള ആ രീതിയിലെല്ലാം പേര് ബാലുശ്ശേരിയിലോട്ട് ഇപ്പോൾ ഈ സാധനം പോയിട്ടുണ്ട്. ഇനി എന്താവോ ഏതായാലും ഇത് ഒളിവിലാണ്, കാണാനില്ല. ആര്യരാജനെ കാണാൻ കൊതിക്കുന്നു എന്നുള്ളത് ആരാ? BJP-ക്കാരാണ്. ഇത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇനിയും MLA-മാരുണ്ടാവുന്നതിന് പ്രയാസമില്ല, MP-മാരുണ്ടാവുന്നതിന് പ്രയാസമില്ല. BJP-യുടെ വളർച്ചയ്ക്ക് യാതൊരു പ്രയാസമില്ലാത്ത രീതിയിലേക്ക് പോകും. അത് തിരുവനന്തപുരത്ത് ലൈവായിട്ട് നിൽക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ആര്യരാജൻ എന്തിന്? അവർക്ക് വിജയം ഉണ്ടാവും, അവർക്ക് MLA-മാരുണ്ടാവും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.